പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിയൻ എന്ന് പറയുന്നത് ഒരു ജീവിത സമീപനവുമാണ്, അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ്. മരിയൻ ഒരു സ്വഭാവമാണ്. മരിയൻ സ്വഭാവം, മരിയൻ സമീപനം, മരിയൻ സംസ്കാരം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിത സമീപനങ്ങൾ നമ്മളെ സുവിശേഷ പക്വതയിലേക്ക് നയിക്കും. കൈയിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ദൈവസ്നേഹത്തോടെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി സമീപിച്ചുകൊണ്ട് ഈടുള്ള വിശ്വാസിയായി മാറുമ്പോൾ ആണ് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. ദൈവമായിട്ട് ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം തുടങ്ങും. അഭിഷേകം ആദ്യം അറിവായിട്ട് നമുക്ക് വരണത്. അറിവിൻ്റെ ആത്മജ്ഞാനം പ്രാപിക്കുമ്പോഴാണ്, അറിവിൽ ഒരു ഇന്ദ്രിയം കൂടി കയറുമ്പോൾ ആത്മാവിൻ്റെ ഇപ്പം അന്ധക്കരണം, അന്തർനേത്രം, അന്തർജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങൾ ദൈവത്തെ അറിയുന്ന സംവേദനക്ഷമതയുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ അറിവൊക്കെ അഭിഷേകമായിട്ട് മാറും. അഭിഷേകമായി മാറിയാൽ എന്താ ഗുണം? നമുക്ക് വചനം ഇപ്പം തന്നെ കർത്താവ് ചോദിക്കണില്ലേ, അമ്മ രക്ഷപ്പെട്ടത് എവിടെയാണ്? വചനം അഭിഷേകപൂർവം ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? ഈശോ നോട്ടടിക്കണേ ചെയ്തത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും എന്ത്, അല്ലേ? 2:4 അല്ലേ? അത് നിങ്ങൾ അമ്മയുടെ അടുത്ത് നെഗറ്റീവാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ അമ്മ അതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് കൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇപ്പം അമ്മ ഈശോയോട് എന്താ പറഞ്ഞത്? 2:4 യോഹന്നാന്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ എന്താ തിരിച്ചു പറയണത്? അതിനെനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനി സായി. അപ്പോൾ എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അഭിഷേക വിധി പ്രകാരം അമ്മ എങ്ങനെയാണ് അത് ഗ്രഹിക്കണത്? അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈശോയും ഏതാണ്ട് ഇതേ രീതിയിലാണ് നിങ്ങൾ സുവിശേഷം വായിക്കണമെന്ന് ആഗ്രഹിക്കണത്. കർത്താവ് പറഞ്ഞു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്ന? രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യത്തിന് ഇവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിൻ്റെ സിക്സിൻ ലേബൺ, പിന്നെ അതിൻ്റെ ജീവിത സാഹചര്യം, അതിൻ്റെ ഹെർമനോട്ടിക്സ്, അതിൻ്റെ എറ്റിമോളജി, അവൻ്റെ ജിയോഗ്രഫി, ഇങ്ങനെ കുറേ കാര്യം. ഒന്നും ആവശ്യമില്ല, പല കാര്യവും ആവശ്യമില്ലാത്തതാണ്. കാര്യം അതിനകത്ത് ക്രിസ്തുവിനെ അറിയാൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. പക്ഷേ അത് പോട്ടെ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു സ്കോളാസ്റ്റിക് അക്കാഡമിക് ലെവലാണ്. എൻ്റെ അക്കാഡമിക് ലെവലിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ വചനത്തിൻ്റെ അഭിഷേക ലെവലുണ്ട്, അത് വേറെയാണ്. അത് നമ്മൾ ദൈവസ്നേഹത്താൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം, സുവിശേഷ ജീവിതം, സാക്ഷ്യ ജീവിതം ദൈവം അംഗീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യമാണ് അഭിഷേകമായിട്ട് മാറണത്. അതാണ് ഈശോ ചോദിക്കുന്നത്. 12:26 ലൂക്കാന്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിത്യജീവൻ പ്രാപിക്കാൻ. ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചത് എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം അതിന് ഈശോ ചോദിച്ചത് എന്താണ്? തിരിച്ച് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അത് പ്രസക്തമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്ത് വായിക്കുന്നു എന്ന് പറയണത്, നിയമത്തിൽ എന്ത് എഴുതിയാലും വചനം നമുക്കറിയാവില്ല. ആകാശം ഭൂമിയും കടന്നു പോയാലും ഞാൻ പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവത്തില്ല. എല്ലാ മനുഷ്യ ജീവിത സാഹചര്യവും ഒന്നല്ല. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളോട് ഒരുമിച്ച് വചനം ഇൻട്രാക്ട് ചെയ്യും. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം വായിച്ച് അർത്ഥം ഗ്രഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇതുപോലെ തന്നെ ഒരു അഭിഷേക നിലവാരമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോരുതെന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി ക്രമപ്രകാരമുള്ള ചിട്ടപ്പടി നിങ്ങൾ കൃപാസനത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ കൃപാസനത്തിൽ തന്നെ കെട്ടിക്കേട്ട് കാണാത്ത കയറി ഇവിടെ കെട്ടിയിടണമെന്നുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടമ്പടി വന്നില്ലെങ്കിലും ഇവിടെ ഈ ഉടമ്പടിയുടെ ലൈഫിൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെ ഹൃദയത്തിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസ്നേഹത്തോടെ, കാര്യം വളരെ പക്വതയുള്ള മാതൃകാപരമായ സത്യസന്ധമായ ദൈവം അംഗീകരിക്കുന്ന 10,000ങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുള്ള, നമുക്കറിയാവില്ല, വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ PSCയുടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ, രാധാകൃഷ്ണൻ സാർ അല്ലേ? രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഷംസീർ ഒരു വിവാദം ഉണ്ടാക്കി. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? എന്താ വിവാദം? എന്താണ്? ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയാം. അദ്ദേഹത്തിനകത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം അദ്ദേഹത്തിൻ്റെ മതത്തെ നല്ല ശരിക്കും ഉയർത്തി പറയുന്ന ആളാണ്. അപ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട കാര്യമില്ല. പക്ഷേ താഴ്ത്തി പറഞ്ഞാണെന്ന് ഞാൻ കരുതണില്ല. എന്താ കാര്യത്തിന്, അദ്ദേഹവും ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അദ്ദേഹം അധ്യക്ഷനായിട്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനമായിട്ട്. അപ്പോൾ അന്ന് ഷംസീർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് മുഴുവനും ശാസ്ത്ര കാര്യങ്ങളാണ് പറഞ്ഞത്, AI കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ നേച്ചറാണത്. എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും. പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകും. ആ രീതിയിൽ പറഞ്ഞു പോയതാണ് സംഭവം. അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂടി പറഞ്ഞതല്ല. പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത്. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ, സെയിം തിങ്. അന്ന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം സ്വന്തം വീട്ടിലുള്ള ഒരു അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും. കമൻറ്റ് താഴെ ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട്. എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത്? ശാസ്ത്രം ഒരു സ്ഥലത്ത്, പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് ഇതാണ്, അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയണത്. അമ്മ പറയണത് ഇതാണ് നിൻ്റെ അപ്പൻ. ഞാൻ കുഞ്ഞുനാൾ പോലെ അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയാണ്. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ DNA ടെസ്റ്റിന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപ്പനല്ലെന്ന്. അത് ശാസ്ത്രം. കമൻറ്റ് അതായത് ഈ മനുഷ്യൻ, കേരളം ഒത്തിരി സാക്ഷരത വളർന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, അപ്പോൾ ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം, DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരാൻ പോണത്, DNA ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആർക്കാണ്? അപ്പനെ സംശയമുള്ള ആൾക്കാരല്ലേ? നമുക്ക് സൃഷ്ടിച്ച ദൈവമാണെന്നൊരു സംശയവും നമുക്കില്ലല്ലോ, ഇല്ലേ? അപ്പനെ സംശയമുള്ള ആൾക്കാർ DNA ടെസ്റ്റ് നടത്തും. യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോകുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും. ദൈവം ശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. ദൈവം ശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, രാധാകൃഷ്ണൻ സാറ് PSC ചെയർമാനാണ്, വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ്? അനുഭവങ്ങളാണ്. ഈ ഓരോ മതത്തെയും നിലനിർത്തുന്നതും അതിനെ ഉയർത്തുന്നതുമെല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ സംസാരിച്ചോളും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാടെന്താണ്? അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ്. അതാണ് സഭ, അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി. നിങ്ങൾ കൃപാസനം പത്രത്തിന് താഴെ ഒരു അറിയിപ്പുണ്ട്. നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം സാക്ഷ്യം പറയുന്ന ആളിനാണ്. തരിമണിസ് എന്താണ്? അത് എവിഡൻസ് എന്ന് പറയും.
നമുക്കറിയാമല്ലോ അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം എന്താണ്? അനുമാനം നമ്മളെല്ലാവരും അനുമാനത്തിൽ എത്തിച്ചേരുകയാണ്. അനുമാനം എന്ന് പറയും, ഇൻഫറൻസ് എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൽ പോലും ഈ സാക്ഷ്യത്തിൽ പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത്? അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട്, ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട്. അവരോടത് മാറാൻ പറഞ്ഞാൽ മാറുക. പെടൽ പോയാലും അവർ നിൽക്കും ഇല്ലേ? മണിപ്പൂർ പെടൽ ചെത്തിയെടുത്തിട്ടും ആ കാട്ടിക്കിടന്ന് അലരിയ പറഞ്ഞ കണ്ടല്ലേ? അതാണ് വിശ്വാസം. അമ്മയെ തൊടാൻ പറ്റുമോ? നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസിയുടെ നെഞ്ചത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം കുത്തിക്കയറാൻ തരും. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഐ വിൽ റീബിൽഡ് ഇൻ 3 days. അതാണ് വിശ്വാസം. ഈശോ തന്നെ പറഞ്ഞില്ലേ, നീ ദേവാലയം നശിപ്പിക്കുക, തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. അപ്പോൾ വിശ്വാസം എന്ന് പറയണത് പുനരുദ്ധാനത്തിൻ്റെതാണ്. ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും. ഏത് തകർച്ച ചെയ്യുന്നു. ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്ന എതിരായിട്ടാണ് കർദിനാൾ പറയണത്. കർദിനാൾ ഓൾസോൾഡ് പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും. അവിടുത്തെ ബിഷപ്പ് പറയും അങ്ങനെയല്ല, വിശ്വാസികളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും ഇല്ലേ? എങ്കിലും ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവനെ പുനരുദ്ധരിച്ചവനാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ച് വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്ന കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മലയടിവാരത്തിലാണ് മലയടിവാരത്തിൽ, കടലിൽ ഐ വിൽ നോട്ട് ഇൻ എനി വേ ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിവിടെ പാല്, അതുപോലെ തന്നെ കഞ്ഞ്, റോയൽറ്റീസ്, വസ്തു വിൽപ്പന, ജോലി, വീട്, വിവാഹം എന്നും നിങ്ങളിതെല്ലാം കിട്ടുമ്പോൾ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത്. അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, അപ്പുറത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ ലക്ഷ്യമിച്ച് ജീവിക്കുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ.